മനു അലീനെ വീട്ടിൽ വച്ച് കയറി പിടിച്ച് അലീനെ പൂർണ്ണമായി നശിപ്പിച്ച് അലീനെ ഒരമ്മയാക്കുകയാണ് മനു. അതെ, അതിലൂടെ അലീന ഗർഭിണിയായി അലീന ഒരമ്മയാകുന്നു. മനുവിൻ്റെ യഥാർത്ഥ മുഖം അലീനയ്ക്ക് അതോടുകൂടി മനസ്സിലാവുകയാണ്. തന്നോട് സ്നേഹവും പ്രണയവും നടിച്ചത് ഇതിനു വേണ്ടിയായിരുന്നുവെന്ന് അലീനയ്ക്ക് പൂർണ്ണ ബോധ്യമാവുന്നു. അലീന മനുവിനെ കാണാൻ വീട്ടിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശാലിനിയുടെ വീട്ടിൽ നിന്ന് കുറേ നാളുകൾക്ക് ശേഷം മനുവിനെ കാണാൻ മനുവിൻ്റെ വീട്ടിലെത്തുമ്പോഴായിരുന്നു അലീനയ്ക്ക് ഇത് സംഭവിക്കുന്നത്. മനുവിന് അങ്ങനെ ആ സമയത്ത് അലീനയെ കാണുമ്പോൾ പെട്ടെന്ന് വീട്ടിൽ ആരുമില്ലായിരുന്നു. ആ തക്കം നോക്കിയായിരുന്നു മനു ഇങ്ങനെ അലീനയോട് പെരുമാറുന്നത്. മനുവിനെ കണ്ട് സന്തോഷിച്ച് മടങ്ങാൻ വന്ന അലീനയ്ക്ക് ദുഃഖത്തോടു കൂടി മടങ്ങേണ്ടി വരികയാണ് ചെയ്യുന്നത്. മനു എന്ന യഥാർത്ഥ ആളുടെ സ്വഭാവം അതോടുകൂടി അലീന മനസ്സിലാക്കുകയാണ്. മനുവിനെ കാണാൻ മനുവിൻ്റെ ഒരു സമ്മാനം കൊടുക്കാൻ എന്നുള്ള രീതിയിൽ മനുവിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ അലീനയെ കടന്നു പിടിക്കുകയാണ് മനു. അലീനയെ കയറി പിടിക്കുകയും താഴെയിടുകയും അങ്ങനെ അലീനയെ എല്ലാ രീതിയിലും ഒന്നാവുകയും ചെയ്യുന്നു. അലീനയെ നശിപ്പിക്കുകയാണ് മനു. അങ്ങനെ അലീന പൊട്ടി കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇത് പുറത്താരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് അറിയാമെന്ന് മനു തുറന്നു പറയുന്നു. അങ്ങനെ അലീന വിഷമത്തോടുകൂടി ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ് ചെയ്യുന്നത്. മനു ഈ മുഖം മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു അലീനയോട് പ്രണയം നടിക്കുന്നതും സ്നേഹമാണെന്ന് കള്ളം പറയുന്നതും. മനുവിൻ്റെ ലക്ഷ്യം ഇത് മാത്രമായിരുന്നു. അങ്ങനെ അലീനയെ കയറി പിടിച്ച് അലീനെ എല്ലാ രീതിയിലും നശിപ്പിച്ച് ഒരു ഗർഭിണിയാക്കുകയാണ് മനു. എന്തായാലും അതോടുകൂടി അലീനയുടെ മാനസികാവസ്ഥ തകരുകയാണ് ചെയ്യുന്നത്. മനുവിൽ നിന്ന് ആരിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിച്ചാലും ഇതൊരിക്കലും മനുവിൽ നിന്ന് അലീന പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. എന്തായാലും മനുവിനെ കാണാൻ വരുമ്പോൾ അലീനയ്ക്ക് ഈ ഒരു കാര്യം